UPSC എക്സാം എൻറ്ററിന്റെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ജോഗ്രഫി ക്ലാസ്സിന്റെ ടോപ്പിക് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത് ആണ്. അതായത് ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് എർത്തിനെ കുറിച്ച് നിരവധി തിയറീസ് നിലവിലുണ്ട്. ഈ തിയറീസിനെ എല്ലാം ഏർലിയർ തിയറീസ് എന്നും മോഡേൺ തിയറീസ് എന്നും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പഴയകാല തത്വചിന്തകന്മാരുടെ എല്ലാം തിയറീസ് ആണ് ഏർലി തിയറീസിനകത്ത് വരുന്നത്. മോഡേൺ തിയറീസ് ആണെങ്കിൽ മോഡേൺ സയന്റിസ്റ്റുകൾ മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങളാണ്. ഏർലി തിയറീസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന രണ്ട് തിയറീസ് ആണ് നെബുലാർ ഹൈപ്പോത്തിസിസും ബൈനറി തിയറീസും. മോഡേൺ തിയറീസിനകത്താണ് നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ബിഗ് ബാങ് തിയറിയും സ്റ്റഡി സ്റ്റേറ്റ് തിയറിയും വരുന്നത്. ഇനി ഈ തിയറീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഏർലിയർ തിയറീസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നെബുലാർ ഹൈപ്പോത്തിസിസ് ആണ്. നെബുലാർ ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെച്ച സയന്റിസ്റ്റ് ഫിലോസഫർ ഇമ്മാനുവൽ കാന്റ് ആണ്. ഒരു ജർമ്മൻ ഫിലോസഫർ ആണ്. ഇത് 1796 ഇതിനെ ഒരു മാത്തമാറ്റീഷ്യനായ ലാപ്ലേസ് റിവൈസ് ചെയ്യുകയുണ്ടായി. നെബുലാർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നെബുല എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്ലൗഡ് ലൈക്ക് ഫോം ആണ്. ഒരു മേഘത്തിന് സമാനമായ ഒരു വസ്തുവാണ് നെബുല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നെബുലയിൽ നിന്നുമാണ് ഭൂമിയും മറ്റുള്ള പ്ലാനറ്റ്സും രൂപം കൊണ്ടതെന്നാണ് നെബുലാർ ഹൈപ്പോത്തിസിസ് പറയുന്നത്. ആ നെബുല എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത് സൂര്യന്റെ ഒരു ഭാഗമായിരുന്നു. സൂര്യന്റെ ഭാഗമായിരുന്ന നെബുലയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഭൂമിയും പ്ലാനറ്റ്സും വന്നിട്ടുള്ളതെന്നാണ് നെബുലാർ ഹൈപ്പോത്തിസിസ് പറയുന്നത്. It considered that the planets were formed out of a cloud of material associated with a youthful sun which was slowly rotating. സൂര്യനിൽ നിന്ന് അത് സെപ്പറേറ്റ് ആയിട്ട് മാറുകയും ഏർലിയർ തിയറീസിലെ രണ്ടാമത്തെ കാറ്റഗറി ബൈനറി തിയറീസ് ആണ്. അത് 1900 ആണ്ടിൽ ഷാംബർലൈൻ ആൻഡ് മോൾട്ടൺ എന്നിങ്ങനെ പേരുള്ള രണ്ട് സയന്റിസ്റ്റുകൾ മുന്നോട്ട് വെച്ച ബൈനറി തിയറീസ് ആണ്. ഇത് നെബുലർ ഹൈപ്പോത്തിസിസുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ളതാണ്. അതേസമയം വെറും ഒരു നെബുലർ ഹൈപ്പോത്തിസിസ് സൂര്യനിൽ നിന്നും അടർന്നു മാറിയതാണെന്ന് ഈ തിയറി പറയുന്നില്ല. പകരം മറ്റൊരു സ്റ്റാറിന്റെ അട്രാക്ഷൻ കൊണ്ട് സൂര്യന്റെ ഒരു ഭാഗം സൂര്യനിൽ നിന്നും ഒരു സിഗർ ഷേപ്പില്, സിഗർ മീൻസ് ചുരുട്ട്, അതായത് ഈ റൗണ്ട് ഷേപ്പില് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ആ ഒരു ഷേപ്പിലുള്ള ഒരു ഭാഗം അടർന്നു മാറിയെന്നും പിന്നീട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത്. A wandering star approached the sun. As a result, a cigar-shaped extension of material was separated from the solar surface. As the passing star moved away, the material separated from the solar surface continued to revolve around the sun and it slowly condensed into planets. മറ്റൊരു സ്റ്റാറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ തിയറി പറയുന്നത്. ഇത് നെബുലർ ഹൈപ്പോത്തിസിസുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. മോഡേൺ തിയറീസിൽ നമ്മൾ ഏറ്റവും കൺസിഡർ ചെയ്യുന്ന ബിഗ് ബാങ് തിയറിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ആൻസർ തീർച്ചയായിട്ടും ബിഗ് ബാങ് തിയറിയാണ്. കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഗ് ബാങ് തിയറിയാണ്. ബിഗ് ബാങ് തിയറിയെ നമ്മൾ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഹൈപ്പോത്തിസിസ് എന്നും പറയാറുണ്ട്. എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഹൈപ്പോത്തിസിസ്. ബിഗ് ബാങ് തിയറി പറയുന്നത് നമുക്കറിയാം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരിക്കൽ സിംഗുലാരിറ്റി ആയിരുന്നു. ഒരു സിംഗിൾ ആറ്റം അല്ലെങ്കിൽ ഒരു ടൈനി ബോളിൽ നിന്നാണ് ഈ യൂണിവേഴ്സ് ഫോം ചെയ്തതെന്നാണ് പറയുന്നത്. വളരെ ഒരു ടൈനി ബോൾ, ഒരു പോയിന്റ് ആയിട്ടുള്ള ഒരു ആറ്റം, അത് ഒരു എക്സ്പ്ലോഷനിലൂടെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന്റെ അതിനേക്കാൾ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുകയും പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾ മാറ്റർ എക്സിസ്റ്റഡ് ഇൻ വൺ പ്ലേസ് ഇൻ ദ ഫോം ഓഫ് എ ടൈനി ബോൾ. ഈ പ്രപഞ്ചം രൂപപ്പെടുന്നതിന് മുമ്പ് ഓൾ മാറ്റർ, എല്ലാം അടങ്ങിയ ഒരു പാർട്ടിക്കിൾ, അതാണ് ആ ഒരു സിംഗുലാരിറ്റി. പിന്നീട് ഇറ്റ് എക്സ്പ്ലോഡഡ് വയലന്റ്ലി, ഒരു അതിഭയങ്കരമായ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കുകയും അതിന്റെ ഫലമായിട്ട് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ യൂണിവേഴ്സ് രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്.
ഈ ബിഗ് ബാങ് തിയറി പറയുന്ന ഈ ഒരു എക്സ്പ്ലോഷൻ നടന്നത് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനെ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഹൈപ്പോതിസിസ് എന്ന് പറയാനുള്ള ഒരു റീസൺ, എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വികസിക്കുകയാണ്. ഇപ്പോഴും യൂണിവേഴ്സ് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു, അന്ന് മുതൽ ഇന്ന് വരെ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ആ എക്സ്പാൻഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഗാലക്സികൾ തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ശരിക്കും ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിന് എന്താണ്, ഒരുപാട് ഗാലക്സികൾ ചേർന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തത്രയും വലിപ്പമുള്ളത്. അതിലൊരു ഗാലക്സി ആണ് നമ്മളുടെ മിൽക്കി വേ. അതിലൊരു സ്റ്റാറും സൺ, പിന്നെ മറ്റുള്ള പ്ലാനറ്റ്സ്. അപ്പോൾ കുറെ ഗാലക്സികൾ ആണ് ഈ ബിഗ് ബാങ് തിയറിയുടെ ഭാഗമായിട്ട് ഫോം ചെയ്തത്. ഈ ഗാലക്സികൾ അകന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. ബിഗ് ബാങ് തിയറി പറയുന്ന ആ ഒരു സിംഗുലർ ആറ്റം അല്ലെങ്കിൽ സിംഗുലാരിറ്റി, ആ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇറ്റ് വാസ് കോൾഡ് എ സിംഗുലാരിറ്റി. ഇവിടെയാണ് എക്സ്പ്ലോഷൻ നടക്കുന്നത്. ഈ ഒരു സിംഗുലാരിറ്റിയിൽ നിന്നാണ് പിന്നീട് എക്സ്പാൻഷൻ ഉണ്ടാവുന്നത്. ഇറ്റ് ഇൻഫ്ലേറ്റഡ് ടു ഇനോർമസ് സൈസ്. വലിയൊരു എക്സ്പ്ലോഷൻ ആണ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രപഞ്ചം രൂപപ്പെട്ടു എന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരുപാട് ഗാലക്സികൾ ചേർന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിലൊരു ഗാലക്സിയായ മിൽക്കി വേ ആണ് നമ്മുടെ ഗാലക്സി. അതിൽ ഉൾപ്പെട്ടതാണ് സോളാർ സിസ്റ്റം. ഇങ്ങനെ ഒരുപാട് ഗാലക്സികൾ യൂണിവേഴ്സിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗാലക്സി എന്ന് പറയുമ്പോൾ അതാണ് ഈ യൂണിവേഴ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഗാലക്സിയാണ്. അപ്പോൾ ഗാലക്സിയിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഗാലക്സിയിൽ നിന്നുമാണ് നമ്മൾ സോളാർ സിസ്റ്റത്തിലേക്ക് വരുന്നതും പിന്നെ ഭൂമിയുടെ ഒറിജിനിലേക്ക് വരുന്നത്. അപ്പോൾ ഗാലക്സി മീൻസ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഇനി എന്താണ് ഒരു ഗാലക്സിയിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഗാലക്സിക്കകത്ത് ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നെബുല ഉണ്ട്. നെബുല മീൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു, നെബുലർ ഹൈപ്പോതിസിസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നെബുല എന്ന് പറഞ്ഞാല് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസ്. അത് ഒരു മേഘരൂപമാണ്, മേഘം പോലെയുള്ള ഒന്നാണ് ക്ലൗഡ്, നെബുല. ഡസ്റ്റ് പാർട്ടിക്കിൾസും പിന്നെ ഗ്യാസും ഒക്കെ ഉള്ളതാണ് നെബുല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഗാലക്സിക്കകത്ത് നെബുല ഉണ്ടാവും, പിന്നെ ഹ്യൂജ് മാസ് ഓഫ് സ്റ്റാർസ്, ഇതെല്ലാം ചേർന്നതാണ് ഗാലക്സി. ഗാലക്സീസിനെ പൊതുവെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട് ആ ഒരു ഷേപ്പ് അനുസരിച്ച്. ഗാലക്സീസിന് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എലിപ്റ്റിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പാണ് ഗാലക്സിയുടെ, ഒരു നോർമൽ ഗാലക്സിയുടെ ഷേപ്പ്. അങ്ങനെയുള്ള ഒരു ഗാലക്സി റെഗുലർ ഗാലക്സി എന്നും അല്ലാത്ത ഗാലക്സി ഇറഗുലർ ഗാലക്സി എന്നും പറയാറുണ്ട്. ടു ടൈപ്സ് ഓഫ് ഗാലക്സീസ് ബേസ്ഡ് ഓൺ ഷേപ്പ്, റെഗുലർ ആൻഡ് ഇറഗുലർ. ഇനി ഈ ഗാലക്സികൾക്കകത്ത് ഓൾഡ് സ്റ്റാർസും ന്യൂ സ്റ്റാർസും ഉണ്ടാകും. ഇതിൽ റെഗുലർ ഗാലക്സിക്കകത്ത് കൂടുതൽ ന്യൂ സ്റ്റാർസ് ഉള്ളത്. ഇറഗുലർ ഗാലക്സിക്കകത്ത് കൂടുതലും കാണുന്നത് ഓൾഡ് സ്റ്റാർസ് ആണ്. നമ്മുടെ മിൽക്കി വേ എന്ന് പറഞ്ഞാൽ റെഗുലർ ആൻഡ് ഇറഗുലർ ഈ രണ്ട് കാറ്റഗറിയിലും പെടുത്താവുന്നതാണ് മിൽക്കി വേ. കാരണം അവിടെ ഓൾഡ് സ്റ്റാറും ഉണ്ട്, ന്യൂ സ്റ്റാറിന്റെ പ്രസൻസ് മിൽക്കി വേയിലുണ്ട്. അപ്പൊ നമ്മുടെ ഗാലക്സിയുടെ പേര് മിൽക്കി വേ ആണ്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിലെ ഒരു ഫാമിലിയാണ് സോളാർ സിസ്റ്റം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളാണുള്ളത്. 9ാമത്തെ ഗ്രഹമായ പ്ലൂട്ടോ ഈ ലിസ്റ്റിൽ നിന്ന് 2006-ലാണ് ഔട്ട് ആവുന്നത്. അതിന് കാരണമുണ്ട്, അത് നമ്മൾ വഴിയെ പറയും. അപ്പോൾ 8 ഗ്രഹങ്ങളാണുള്ളത്, 8 പ്ലാനറ്റ്സ്. ഈ പ്ലാനറ്റ്സിനെല്ലാം കൂടി ചേർത്ത് 63 മൂൺസ് ആണുള്ളത്. അതിൽ നമ്മുടെ മൂൺ ഉൾപ്പെടും, ചന്ദ്രൻ. പിന്നെ ഇതിനകത്ത് തന്നെ മറ്റുള്ള ചില ഒബ്ജക്ട്സുകൾ ഇതിനകത്തുണ്ട്. അതൊക്കെയാണ് ആസ്റ്ററോയിഡ്സ്, കോമിറ്റ്സ്, മെറ്റിയോറോയിഡ്സ്. ഇതൊക്കെ നമ്മൾ കൂടുതൽ വിശദമായിട്ട് തന്നെ പറയാൻ പോവുകയാണ്. അതോടൊപ്പം ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്.
ഇതെല്ലാം നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ളതാണ്. നമ്മുടെ പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലാനറ്റ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് സണ്ണിനെ കുറിച്ച് പറയാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രമായ സൺ. ഡയമീറ്റർ തന്നിട്ടുണ്ട്, സണ്ണിന്റെ ഡയമീറ്റർ. പിന്നെ സൂര്യനിലുള്ള എനർജിയിലെ, സൂര്യൻ എന്ന് പറയുമ്പോൾ സ്റ്റാർ, ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ആണ് അല്ലെ. സൂര്യൻ എന്നും നമുക്ക് ചൂടും ലൈറ്റും ഹീറ്റും തന്നുകൊണ്ടിരിക്കുന്ന സൂര്യൻ. അപ്പൊ സൂര്യനിലുള്ള എനർജിയുടെ ഫോം എങ്ങനെയാണ് സൂര്യൻ നമുക്ക് ലൈറ്റ് ആൻഡ് ഹീറ്റിന്റെ ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ആയിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ, സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ, സൂര്യനിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം ആയിട്ട് മാറുന്നു, അല്ലെ, ഹൈഡ്രജൻ കൂടി ചേർന്നിട്ട് ഹീലിയം ആയിട്ട് മാറുന്നു, അതാണ് ഫ്യൂഷൻ. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് സൂര്യനിലെ എനർജിയുടെ സോഴ്സ്, കോൺസ്റ്റന്റ് സ്ട്രീം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ആണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് സൺ ആണ്. സൂര്യന്റെ സ്ട്രക്ചറിനെയാണ് പറയാൻ പോകുന്നത്. സൂര്യനിൽ കാണപ്പെടുന്ന നമ്മൾ കാണുന്ന ഈ വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ഔട്ടർ ലെയർ ഉണ്ട്. ഈ വിസിബിൾ ലൈറ്റ്, നമുക്ക് കിട്ടുന്ന ഈ പ്രകാശം, ഈ വിസിബിൾ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഔട്ടർ പോർഷൻ, അതിനെയാണ് ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്നത്. ഫോട്ടോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ 6000 ഡിഗ്രി ഓളം വരും ഫോട്ടോസ്ഫിയർ. ഇനി ഫോട്ടോസ്ഫിയറിന് മുകളിലായിട്ട് കാണുന്ന ഒരു തിൻ ലെയർ, അവിടെ ദാറ്റ് ഈസ് ഫുൾ ഓഫ് ബേണിംഗ് ഗ്യാസ് ആണ് അവിടെ ആ പോർഷനിലുള്ളത്. അതിനെ ക്രോമോസ്ഫിയർ എന്ന് പറയുന്നു. ഫോട്ടോസ്ഫിയർ ഔട്ടർ ലെയർ, ക്രോമോസ്ഫിയർ ഒരു ഇന്നർ ലെയറുമാണ്. പിന്നെ സൂര്യനിൽ നിന്ന് കാണുന്ന സൺ സ്പോട്ടുകളുണ്ട്, ഈ ഡാർക്ക് പാച്ചസ്. അത് നമുക്ക് കണ്ണുകൾ കൊണ്ട് വിസിബിൾ അല്ല. ഈ സോളാർ എക്ലിപ്സ് ഒക്കെ നടക്കുമ്പോഴത്തേക്കാണ് അത് വിസിബിൾ ആവുന്നത്. സൺ സ്പോട്ടുകൾ, സൂര്യനിലുള്ള സ്പോട്ടുകളുണ്ട്, കറുത്ത നിറത്തിൽ കാണുന്ന സ്പോട്ടുകളുണ്ട്. അത് പ്രത്യേകമാണ്. അത് സോളാർ എക്ലിപ്സ് നടക്കുമ്പോൾ ടെലസ്കോപ്പിലൂടെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് നേരിട്ട് നോക്കാൻ പാടുള്ളതല്ലല്ലോ. അപ്പൊ സൺസ്പോട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഡാർക്ക് പാച്ചസ് അവിടെ കാണപ്പെടുന്നു ചോദിച്ചാൽ, എന്തുകൊണ്ട് സൂര്യനിൽ ഈ ഒരു ഡാർക്ക് പോർഷൻ വരുന്നു എന്ന് ചോദിച്ചാൽ, അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ക്രോമോസ്ഫിയറിനേക്കാൾ 1500 ഡിഗ്രി സെൽഷ്യസ് കുറവാണ്. ആ ഒരു കൂളിംഗ് അല്ലെ, ആ ഒരു ചെറിയൊരു ഹീറ്റിന്റെ കുറവ് കൊണ്ടാണ് അത് ഡാർക്ക് പാച്ച് ആയിട്ട് കാണുന്നത്. ഈ സൺസ്പോട്ട് എത്ര കാലം നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ ഫ്രം എ ഫ്യൂ ഡേയ്സ് ടു ഫ്യൂ മന്ത്സ് ആണ്, കുറച്ച് നാൾ മാത്രം നിലനിൽക്കുന്നതാണ്. ഇനി ഓരോ സ്പോട്ടിനും ഒരു ലൈറ്റ് റീജിയനും ഉണ്ട്, ഒരു ബ്ലാക്ക് റീജിയനും ഉണ്ട്. ലൈറ്റ് റീജിയനെ പെനംബ്ര എന്നും ബ്ലാക്ക് സെന്റർ പോർഷനെ അംബ്ര എന്നുമാണ് പറയുന്നത്. അംബ്ര ആൻഡ് പെനംബ്ര സൺസ്പോട്ടിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഇത്രയാണ് സൂര്യന്റെ സ്ട്രക്ചറിൽ വരുന്നത്: ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, സൺസ്പോട്ട്. ഇതാണ് സൂര്യന്റെ സ്ട്രക്ചർ. അതുപോലെ കൊറോണ എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് സൂര്യന്. അതുപോലെ സോളാർ വിൻഡ്, ഇതെല്ലാം സൂര്യനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. കുറച്ചുകൂടെ നമുക്ക് സൂര്യനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഡാർക്ക് പാച്ച്, പ്രത്യേകം സൺസ്പോട്ടിന്റെ പടം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാർക്ക് പോർഷൻ അംബ്ര, ഈ ലൈറ്റ് ഭാഗം പെനംബ്ര കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോസ്ഫിയർ, അതുപോലെ ക്രോമോസ്ഫിയറിന്റെ എല്ലാം ഇതില് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലാനറ്റ്സിലേക്ക് കടക്കുകയാണ്. 8 പ്ലാനറ്റ്സ് ആണുള്ളത്. അപ്പൊ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന 4 പ്ലാനറ്റ്സ്: മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഈ 4 ഒരു കാറ്റഗറി ആയിട്ടും ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. വ്യാഴം, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, അല്ലെ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇങ്ങനെ വരുന്ന 4 ഔട്ടർ പ്ലാനറ്റ്സ്. അപ്പോൾ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഈ 4 ഇന്നർ പ്ലാനറ്റ്സ്, ഭൂമി ഉൾപ്പെടുന്ന 4 ഇന്നർ പ്ലാനറ്റ്സിനെ
ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയാറുണ്ട്. ടെറസ്ട്രിയൽ മീനിങ് തന്നെ എന്താണ്? എർത്ത് ലൈക്ക് എന്നാണ്, ഭൂമിയോട് സാമ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ നാലും ഏതാണ്ട് ഒരു റോക്കി മെറ്റൽസ്, റോക്സ് ആൻഡ് മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നാല് സർഫസ് കണ്ടാൽ അതിൽ തന്നെ ഭൂമിയുടെ സ്ട്രക്ചറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണല്ലോ മാർസ്. അപ്പൊ ഈ 4 പ്ലാനറ്റ്സിനും ചില കോമൺ ആയിട്ടുള്ള ചില സവിശേഷതകൾ ഉള്ളത് കൊണ്ടാണ് ഇതിനൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് മെറ്റൽസ്. പിന്നെ ഈ 4 പ്ലാനറ്റ്സിലും ഡെൻസിറ്റി വളരെ കൂടുതലാണ്, ഹയർ ഡെൻസിറ്റി ആണ്. അത് മാത്രമല്ല ദേ ആർ സ്മോളർ ഇൻ സൈസ്. ഈ 8 പ്ലാനറ്റ്സ് നോക്കുമ്പോൾ ഈ 4 പ്ലാനറ്റ്സും ചെറുതാണ്. പിന്നെ 4 പ്ലാനറ്റ്സിൽ ആർക്കും തന്നെ റിങ്സ് ഇല്ല, വളയങ്ങളില്ല. ഇതിനു ചുറ്റും വലയങ്ങളുടെ പ്രസൻസ് കാണുന്നില്ല. അപ്പൊ അത്രയാണ് ഇന്നർ പ്ലാനറ്റ്സ്. ഔട്ടർ പ്ലാനറ്റ്സിനകത്ത് വരുന്നത് ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതിനെല്ലാം ഗ്യാസ് ജിയന്റ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നു. അപ്പം ഇതില് സണ്ണിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ സൂര്യന്റെ പ്രകാശം എത്തുന്ന വളരെ അകലെയാണ് ഈ 4 പ്ലാനറ്റ്സും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ അറ്റ്മോസ്ഫിയർ ഫുൾ ഓഫ് ഗ്യാസ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഗ്യാസ് ജിയന്റ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഡെൻസിറ്റി വളരെ കുറവാണ്. ദേ ആർ വെരി ലാർജ് പ്ലാനറ്റ്സ് ആണ്. അതുപോലെ ദേ ഹാവ് റിങ്സ് അറൌണ്ട് ദം. ഇതാണ് ഇന്നർ പ്ലാനറ്റ്സും ഔട്ടർ പ്ലാനറ്റ്സും. ഈ ഒരു ടേബിളില് 8 പ്ലാനറ്റ്സിനെയും കാറ്റഗറൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് പീരീഡ് ഓഫ് റെവല്യൂഷൻ, പീരീഡ് ഓഫ് റൊട്ടേഷൻ, സൈസ്, റാങ്ക്, ഡിസ്റ്റൻസ് ഫ്രം സൺ, നമ്പർ ഓഫ് മൂൺസ്, സർഫസ് ടെമ്പറേച്ചർ, ഡെൻസിറ്റി, ഇത്രയും കാര്യങ്ങളെയാണ് ഈ ടേബിളിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഓടിച്ചു നോക്കാം. ഏറ്റവും വലിയ പ്ലാനറ്റ് ജൂപ്പിറ്റർ ആണ്. വ്യാഴം ആണ് ഏറ്റവും വലിയ പ്ലാനറ്റ്. ഏറ്റവും ചെറുത് ഇപ്പോ മെർക്കുറി. നേരത്തെ പ്ലൂട്ടോ ആയിരുന്നു. അതുപോലെ ഇതിനെ റെവല്യൂഷൻ എടുക്കുന്ന സമയമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഏറ്റവും കുറച്ച് റെവല്യൂഷൻ ഉള്ളത് മെർക്കുറി ആണ്, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ എർത്ത് ആണെങ്കിൽ 365.25. നമ്പർ ഓഫ് മൂൺസ് നോക്കുകയാണെങ്കിൽ എർത്തിന് ഒരെണ്ണം. ബാക്കി ഈ ജോവിയൻ പ്ലാനറ്റ്സിനാണ് ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ളത്. അതിൽ തന്നെ സാറ്റേൺ, ശനിക്കാണ് ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ളത്. ഇങ്ങനെയാണ് ആ ഒരു ടേബിൾ. ആദ്യത്തെ 4 പ്ലാനറ്റ്സിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, ഔട്ടർ പ്ലാനറ്റ്സിന്റെ ഡെൻസിറ്റി കുറവാണ്. അതുപോലെ സർഫസ് ടെമ്പറേച്ചറും കാണിച്ചിട്ടുണ്ട്. ഔട്ടർ പ്ലാനറ്റ്സിലെല്ലാം മൈനസ് ടെമ്പറേച്ചർ ആണ്, മൈനസ് ആണ് ഔട്ടർ പ്ലാനറ്റ്സിലെ ടെമ്പറേച്ചർ. എർത്തിലാണ് -88 മുതൽ 58 വരെയാണ് ടെമ്പറേച്ചർ. വീനസിലെ ടെമ്പറേച്ചർ നോക്കിയാൽ അറിയാം 462, വളരെ കൂടുതലാണ്. മെർക്കുറിയിലെ മൈനസ് മുതൽ 427, -173 മുതൽ 427 വരെ ടെമ്പറേച്ചർ ഉണ്ട്, സർഫസ് ടെമ്പറേച്ചർ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ പ്ലൂട്ടോ, മുമ്പ് പ്ലാനറ്റ് എന്ന പദവി ഉണ്ടായിരുന്ന പ്ലൂട്ടോയ്ക്ക് 2006 ആ ഒരു പ്ലാനറ്റ് എന്ന പദവി നഷ്ടപ്പെടുന്നത്. അപ്പൊ പ്ലൂട്ടോയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ പ്ലൂട്ടോ ഒരു ഡോർഫ് പ്ലാനറ്റ് ആണ്. ഡോർഫ് പ്ലാനറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2006 ഇതിനെ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ ഡോർഫ് പ്ലാനറ്റ് ആയിട്ട് തരം താഴ്ത്തുന്നത്. അതിനു മുമ്പ് 9th പ്ലാനറ്റ് ആയിരുന്നു. ഈ പ്ലൂട്ടോ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പ്ലൂട്ടോയുടെ ആ ഒരു ഓർബിറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്ലാനറ്റ്സിനാണ് ഓർബിറ്റ് ഉള്ളത്. ഇതൊരു ബെൽറ്റ് ആണ്, ക്യൂപ്പർ ബെൽറ്റ് എന്ന് പറയുന്ന ബെൽറ്റിലാണ് പ്ലൂട്ടോ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാനറ്റ്സിന്റെ ആ ഒരു ക്രൈറ്റീരിയ അത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനൊരു ഡാർക്ക് പ്ലാനറ്റ് ആയിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രീതിയിലാണ്, ഈ പിക്ചറിൽ കാണുന്ന രീതിയിലാണ് പ്ലൂട്ടോയുടെ ഒരു റൊട്ടേഷൻ.
അടുത്തതായിട്ട് എന്താണ് ഈ ഡോർഫ് പ്ലാനറ്റ്? പ്ലൂട്ടോ ഒരു ഡോർഫ് പ്ലാനറ്റ് ആണെന്ന് പറഞ്ഞില്ലേ? ഡോർഫ് അതുപോലെയുള്ള ഡോർഫ്സ് വേറെയുണ്ട് നമ്മുടെ ഗാലക്സിയിൽ തന്നെ. അതിന്റെ ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെറസ്, ഹൗമിയ ആൻഡ് എറിസ്, ഇതെല്ലാം ഡോർഫ്സ് ആണ്. എന്താണ് ഈ ഡോർഫ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വൺസ് ദേ were believed to be normal star. ഒരിക്കൽ ഇത് നമ്മുടെ സണ്ണിനെയൊക്കെ പോലെ ഒരു സ്റ്റാർ ആയിരുന്നു. പിന്നീട് അതിലുള്ള ഫ്യൂവൽ, ന്യൂക്ലിയർ ഫ്യൂവൽ, അതിനൊരു അവസാനം സംഭവിക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, അത് ഡിപ്ലീറ്റ് ചെയ്യപ്പെടുകയാണ്. അത് നശിച്ച് ഒരു പ്ലാനറ്ററി സൈസിലേക്ക് ചുരുങ്ങുമ്പോഴാണ് അതിനെ ഡോർഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാർ ആയിരുന്നത് പിന്നീട് ഫ്യൂവൽ തീരുമ്പോൾ അതൊരു പ്ലാനറ്ററി സൈസിലേക്ക് അത് മാറുമ്പോഴാണ് ഡോർഫ് എന്ന് പറയുന്നത്. വളരെ സ്മോൾ സ്റ്റാർസ് ആണ്, വളരെ ചെറുതാണ്. അറ്റ് ദ സെയിം ടൈം ഹൈ ഡെൻസിറ്റി ആണ്, ഹൈ ഡെൻസിറ്റി ദാൻ എനി ടെറസ്ട്രിയൽ മെറ്റീരിയൽ. ഇനി ഡോർഫ് പോലെയുള്ള മറ്റൊരു കാര്യമാണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹോൾസ് സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഹോൾസ് കാണുന്നു. ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കൂടുതൽ, അവിടെ ഗ്രാവിറ്റേഷണൽ പുൾ അല്ലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് ആ ഒരു ബ്ലാക്ക് ഹോളിൽ. ബ്ലാക്ക് ഹോളും ഇതുപോലെയാണ്, എൻഡ് ഓഫ് എ സ്റ്റാർ ആണ്. ഈ നക്ഷത്രങ്ങളുടെ അവസാനമാണ് ബ്ലാക്ക് ഹോളിൽ. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ പുള്ളാണ്. ദാറ്റ് ഈസ് നോട്ട് ഈവൻ ലൈറ്റ് ക്യാൻ എസ്കേപ്പ് ഇറ്റ്. അങ്ങനെ ഒരു പോയിന്റ് ആണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സൗരയൂഥത്തിൽ കാണപ്പെടുന്ന മറ്റു ചില ഘടകങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് ആസ്റ്ററോയിഡ്സ് എന്ന് പറയുന്നത്. ആസ്റ്ററോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്നത് ഒരു റോക്ക് പോലെ, ഒരു കല്ല് പോലെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ കാണുന്നത്, ആസ്റ്ററോയിഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് ശരിക്കും ഒരു റോക്കി അല്ലെങ്കിൽ റോക്കി മെറ്റീരിയൽ ആണ്. ഇതിൽ തന്നെ ഈ ഒരു ഒബ്ജക്റ്റിൽ റോക്കിന്റെ പ്രസൻസ് ഉണ്ടാവും, മെറ്റൽസ് കാണും, പിന്നെ സം ഐസ്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. റോക്കി ആൻഡ് മെറ്റാലിക് മിനറൽസ് ആൻഡ് സം ഐസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആസ്ട്രോയിഡ്സ് ഫോം ചെയ്യുന്നത്. റോക്കി, മെറ്റാലിക് മിനറൽസ് വിത്ത് സം ഐസ്. ഈ ആസ്ട്രോയിഡ്സ് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബെൽറ്റ്, ആ ഒരു ബെൽറ്റിന് പറയുന്ന പേര് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റിലെ ഒരു ലാർജസ്റ്റ് ഒബ്ജക്റ്റ് ആണ് നേരത്തെ പറഞ്ഞ ഒരു ഡാർഫ് പ്ലാനറ്റിന്റെ പേരുകൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അതിൽ സെറസ് എന്നൊരു ഡാർഫ് പ്ലാനറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആസ്ട്രോയിഡ്സ് സൂര്യന് ചുറ്റും ഇങ്ങനെയുള്ള നിരവധി ആസ്ട്രോയിഡ്സ് വലം വയ്ക്കുന്ന ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്. അതിലെ ഏറ്റവും ലാർജസ്റ്റ് ഒബ്ജക്റ്റ് ആണ് നേരത്തെ പറഞ്ഞ സിറസ് എന്ന് പറയുന്ന ഡാർഫ് പ്ലാനറ്റ്. ശരിക്കും പറഞ്ഞാൽ ദേ ആർ റെമിനൻസ് ഓഫ് പ്ലാനറ്ററി ഫോർമേഷൻ. പ്ലാനറ്റ്സ് ഫോം ചെയ്തപ്പോൾ ഉണ്ടായ ബാക്കി റെമിനൻസ്, ബാക്കി വന്ന ചില അവശിഷ്ട, അതാണ് ശരിക്കും ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് കാണുന്നത് ഇത് മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയ്ക്കായിട്ടാണ്, ആ ഒരു ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് എ സോൺ ലൈൻ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ഇവിടെയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് ഉള്ളത്. ആ ഒരു ബെൽറ്റിലൂടെ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ട് ഉൽക്കകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഉൽക്കകൾ ഇതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഇതും നമ്മുടെ സൗരയൂഥത്തിലുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇതിൽ 2-3 ക്ലാസിഫിക്കേഷൻ പോലെ നമ്മൾ പറയും. ആദ്യമായിട്ട് മെറ്റിയോറോയിഡ്സ്. എന്താണ് ഈ മെറ്റിയോറോയിഡ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആസ്ട്രോയിഡ്സ് ഉണ്ടല്ലോ, അതിന്റെ ചില പാർട്സ് ഇളകിയിട്ട് അതിന്റെ ചില ഫ്രാഗ്മെന്റ്സ്, കഷ്ണങ്ങൾ അവിടെ നിന്ന് വിട്ടുപോവുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ എർത്ത്, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പം ഭൂമിയിലേക്ക് അത് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആസ്ട്രോയിഡ്സിന്റെ ചില ഫ്രാഗ്മെന്റ്സ് എർത്തിലേക്ക് എത്തുന്നു. എർത്തിലേക്ക് എത്തുമ്പോൾ അത് ഹൈ സ്പീഡിലാണല്ലോ അതിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അത് എൻറ്റർ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഏതാണ്ട് 200 കിലോമീറ്ററിൽ ആണ് എർത്തിന്റെ സർഫസിൽ എത്തുന്നത്. ഭയങ്കരമായിട്ടുള്ള സ്പീഡിൽ അത് സഞ്ചരിക്കുകയും എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഒരു ഫ്രിക്ഷൻ അവിടെ നടക്കുന്ന അറ്റ്മോസ്ഫിയറിൽ. അപ്പോഴത്തേക്ക് അത് കത്തി ചാമ്പലായി പോകുന്നു.
പറയില്ലേ, അതാണ് മെറ്റിയോറിക് ഡസ്റ്റ്. ഇങ്ങനെ കത്തുന്ന ആ ഒരു സമയത്താണ് നമ്മൾ അതിനെ കാണുന്നത്, ഉൽക്കകൾ എന്ന് പറയുന്നത്. ആ കത്തുന്ന ആ ഒരു സമയത്താണ് നമ്മൾ അന്തരീക്ഷത്തിൽ ചിലപ്പോഴൊക്കെ ഉൽക്കകളെ കാണാറുള്ളത്. ആ കത്തുന്ന സമയത്ത് അതിനെ നമുക്ക് പറയുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഫോളിംഗ് സ്റ്റാർ എന്നാണ്. അപ്പൊ ഈ മെറ്റിയോറോയിഡ്സ് മെറ്റിയോറിക് ഡസ്റ്റ് ആയിട്ട് മാറുന്നു. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതങ്ങ് കത്തി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപൂർവമായിട്ട് ഭൂമിയിൽ പതിച്ചിട്ടുണ്ട്, അത് നമ്മൾ അടുത്ത് പറയും. ഈ ഭൂമിയിലേക്ക് വന്ന് ഭൂമിയുടെ സർഫസിലേക്ക് വന്ന് പതിക്കുമ്പോഴാണ് നമ്മൾ അതിനെ മെറ്റിയോറൈറ്റ് എന്ന് പറയുന്നത്. എനി പാർട്ടിക്കിൾ ഓഫ് സോളിഡ് മാറ്റർ ദാറ്റ് ഹാസ് ഫോളൻ ടു ദി എർത്ത്, ദ മൂൺ ഓർ അനദർ പ്ലാനറ്റ് ഫ്രം ദ സ്പേസ്. ഭൂമിയിലേക്ക് പതിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ മെറ്റിയോറൈറ്റ് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ അങ്ങനെ പതിച്ചിട്ട് ഭൂമിയിൽ ചിലപ്പോൾ ഭൂമിയുടെ സർഫസിൽ അത് വന്ന് വീണിട്ട് അവിടെ ഒരു ഡിപ്രഷൻ, ഒരു കുഴി പോലെ ഫോം ചെയ്യാറുണ്ട്, വളരെ വളരെ അപൂർവമായിട്ട്. അങ്ങനെ ഫോം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലുത് അത് ഉള്ളത് USA-യിലാണ്. അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു ഡിപ്രഷന് പറയുന്ന പേര് മെറ്റിയോർ ക്രേറ്റർ എന്നാണ്. മെറ്റിയോർ ക്രേറ്റർ എന്ന് പറയും. നിലവിൽ ഭൂമിയിൽ അങ്ങനെ ഫോം ചെയ്ത മെറ്റിയോർ ക്രേറ്ററിൽ ഏറ്റവും വലുത് USA-യിലെ അരിസോണയിലാണുള്ളത്. അത് 1300 മീറ്റർ ആണ് അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഫോം ചെയ്തത് തന്നെ 10,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇനി ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഈ മെറ്റിയോർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, മെറ്റിയോറോയിഡ്സ് ഈ ഫ്രിക്ഷനിലൂടെ ആ കത്തുന്ന സമയത്ത് അല്ലെ, ആ ഒരു സമയത്താണ് അത് മെറ്റിയോർ ആയിട്ട് മാറുന്നത്. മെറ്റിയോറോയിഡ്സ് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വരുന്നു, കത്തുന്നു, മെറ്റിയോർ ആയിട്ട് മാറുന്നു. പിന്നെ അത് ഭൂമിയിൽ പതിക്കുമ്പോൾ മെറ്റിയോറൈറ്റ് എന്ന് പറയും. ഇനി ഈ മെറ്റിയോർസ് തന്നെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെ ഒരുപാട് അന്തരീക്ഷത്തിൽ നടക്കാറുണ്ട്. നമ്മൾ അതിനെ ഉൽക്ക മഴ എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ ന്യൂസിൽ പറയാറുണ്ട് ചില ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത, ഉൽക്കകൾ ഒരുപാട് സഞ്ചരിക്കുന്ന സാധ്യതയുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരു സെലസ്റ്റിയൽ ഈവന്റ് ആണ്. നമ്പർ ഓഫ് മെറ്റിയോർസ് ആർ ഒബ്സർവ്ഡ്. ആകാശത്തിൽ നമുക്ക് കാണാൻ വളരെ അപൂർവമായിട്ട്, അല്ല ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുന്നതാണ്, വളരെ അപൂർവം എന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കൊക്കെ കാണാൻ പറ്റാറുണ്ട് ഉൽക്ക മഴ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കോമറ്റ്സിനെ കുറിച്ചാണ്. കോമറ്റ് എന്ന് പറയുമ്പോൾ അതിലെ വാൽ നക്ഷത്രം എന്ന് പറയും മലയാളത്തിൽ. കോമറ്റ്സ് ഫോം ചെയ്യുന്നത് ഫ്രോസൺ ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം ദ ഫോർമേഷൻ ഓഫ് സോളാർ സിസ്റ്റം കമ്പോസ്ഡ് ഓഫ് ഡസ്റ്റ്, റോക്ക് ആൻഡ് ഐസസ്. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പ്ലാനറ്റ് ഫോം ചെയ്തതിന്റെ ഫ്രാഗ്മെന്റ്സ്, അതിന്റെ റെമിനൻസ് ആണ് ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. അതുപോലെയാണ് കോമറ്റ്സ്. സോളാർ സിസ്റ്റം ഫോം ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് വരുന്ന ഫ്രോസൺ ലെഫ്റ്റ് ഓവേഴ്സിനെയാണ് കോമറ്റ്സ് എന്ന് പറയുന്നത്. ഒരു കോമറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഡസ്റ്റ് ഉണ്ടാവും, റോക്ക് ഉണ്ടാവും, ഐസ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് കോമറ്റ്സ് ഫോം ചെയ്യുന്നത്. അതിലുള്ള ഫ്രോസൺ ഗ്യാസസ് എന്ന് പറയുന്നത് വാട്ടർ, അമോണിയ, മീഥേൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ഇതിന്റെ എല്ലാം പ്രസൻസ് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഫ്രോസൺ ഗ്യാസസ് ചേർന്നിട്ടാണ് കോമറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. They travel along very elongated orbits. വളരെ വലിയ ഓർബിറ്റ്സിലൂടെയാണ്, വളരെ വർഷങ്ങൾ എടുത്താണ് ഒരു കോമറ്റ് അതിന്റെ ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുന്നത്. നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കോമറ്റ് ഉണ്ട്, ഹാലിസ് കോമറ്റ് എന്ന് പറയും. 76 വർഷത്തിലൊരിക്കൽ മാത്രം നമുക്ക് ഭൂമിയിൽ നിന്നാൽ കാണാൻ പറ്റും. ഭൂമിയുടെ 76 വർഷം ആകുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന, ഭൂമിയിൽ നിന്നാൽ കാണാൻ പറ്റുന്ന കോമറ്റ് ആണ്. അത് 1986-ലാണ് ഹാലിസ് കോമറ്റ് അവസാനമായിട്ട് ഭൂമിക്ക് അടുത്ത് വന്നത്. ഇനി അപ്പോൾ അടുത്ത് ബാക്കി 86 മുതൽ ഇനി 76 വർഷങ്ങൾ വേണ്ടി വരും ഹാലിസ് കോമറ്റ് അടുത്തതായിട്ട് വരാൻ.